മാഡം എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനാ ഫോൺ മനഃപൂർവ്വം സൈലന്റിലാക്കുന്നത്? എനിക്ക് പറഞ്ഞ രാജു എവിടെ പോയതാ? പലിശയ്ക്ക് കാശെടുക്കാൻ പോയതാണെന്നറിഞ്ഞ അത് പിന്നെ ഋതിക മാഡത്തിന് ബുദ്ധിമുട്ടാവും. മാഡം, ഞാൻ എന്റെ ഒരു പരിചയക്കാരനെ കാണാൻ പോയതാ. അതിനാണോ മുഖത്ത് ഇത്രയും ഗൗരവം? മാഡം, കുറച്ചു മുമ്പ് ടൗണിൽ വെച്ച് ഞാൻ ഹരീഷിനെ കണ്ടിരുന്നു. അവര് നമ്മളോട് പറഞ്ഞതുപോലെയൊന്നും അല്ല മാഡം. പാവം, വീട്ടു ചെലവിനും ശ്രീലക്ഷ്മിയുടെ പഠിത്തത്തിന്റെ കാര്യത്തിനൊക്കെ ഹരീഷ് വരുമാനം ഉണ്ടാക്കുന്നത് വാടകയ്ക്ക് ഓട്ടോ ഓടിച്ച. പിന്നെ ഏതോ ഓഫീസില് ഹരീഷിന് ജോലി കിട്ടിയെന്നാണല്ലോ ശ്രീലക്ഷ്മി ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. അത് നമ്മൾ ആരെയും വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാ. എങ്ങനെ ജീവിക്കേണ്ടവനാ. എന്റെ അനിയത്തെ വിവാഹം കഴിച്ചതുകൊണ്ട് അവന് ഇങ്ങനൊരവസ്ഥ വന്നെന്ന് എല്ലാവരും പറയില്ല മാഡം. വരുമാനമുള്ള ഒരു ജോലി ഹരീഷിന് ശരിയാക്കി കൊടുക്കാന്ന് വെച്ചാ അവന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അയാളെടുത്ത് കത്തിച്ചും കളഞ്ഞു. കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ അവനെ സഹായിക്കായിരുന്നു. രാജു ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഹരീഷ് ഓട്ടോ ഓടിക്കുന്നതാണോ രാജുവിന്റെ പ്രശ്നം? ഓട്ടോ ഓടിക്കുന്നത് അത്ര മോശ തൊഴിലാണോ? ചെയ്യുന്ന ജോലി ഉത്തരവാദിത്വത്തോടെയും മാന്യമായിട്ടും ചെയ്യുന്നതുകൊണ്ട് മേൽഗതി ഉണ്ടാവും. ഹരീഷ് ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കുകയായിരുന്നെങ്കിൽ രാജു വിഷമിക്കുന്നതിൽ അർത്ഥം ഉണ്ടായേനെ. ഹരീഷിന് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്. ഏത് സാഹചര്യത്തിലും ശ്രീലക്ഷ്മിയെ പോറ്റാൻ കഴിവുണ്ടെന്നോർത്ത് രാജു സന്തോഷിക്കുക വേണ്ടത്. പെട്ടെന്ന് ഹരീഷിനെ അങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടപ്പോ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനായില്ല. പക്ഷേ ഋതിക മാഡം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നുന്നു. ശരിയാ, അവൻ മിടുക്കനാ. ശ്രീലക്ഷ്മിയെ അവൻ നന്നായി നോക്കും. അവർക്ക് നാളെ നല്ലൊരു ജീവിതം ഉണ്ടാവും. എന്താ ഒരു ചിരി? അല്ല, ഞാൻ ഋതിക മാഡത്തിന്റെ മാറ്റത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്ത് മാറ്റം? ശരിക്കും എന്റെ നോട്ടത്തിലെ നമ്മുടെ അപ്പുവിന്റെ അത്ര പോലും പക്വതയില്ലാത്തൊരു കുട്ടിയായിട്ടെ ഋതിക മാഡത്തെ ഞാൻ കരുതിയിരുന്നുള്ളൂ. അപ്പുവിനേക്കാളും പക്വതയില്ലാത്ത കുട്ടിയായിട്ടോ? അതേന്നെ. ആ ഋതിക മാഡം ഇങ്ങനെ ജീവിതത്തെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇതെന്തൊരു മാറ്റം! എനിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കുഴപ്പം രാജുവിന്റെ. എന്റെയോ? അതെ, രാജുവിന് എനിക്ക് പക്വതയില്ലെന്ന് തോന്നിയതേ രാജുവിന്റെ തെറ്റാ. ഇപ്പൊ മനസ്സിലായില്ലേ ചില കാര്യങ്ങളിൽ രാജുവാണ് കൊച്ചുകുട്ടിയെന്ന്? മനസ്സിലായി. എന്തൊരത്ഭുതം, സമ്മതിച്ചു തന്നല്ലോ. പുതുമഴ നനയണ്ട, പനി പിടിക്കും. അല്ലേ ജി, ഈ ഇടി വെട്ടിയപ്പോഴേ അത് കേറിപ്പോ നോക്കണേ ഇറക്കാം. എന്താ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നേ? നീ ഒന്ന് പതിയെ പറ, അവൻ കേൾക്കും. എന്താ പ്രശ്നം? ജയൻ തന്ന കാശുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു. രുക്മിണിയുടെ കാശും കൊടുത്തു. ഋതിക മാഡത്തിന്റെ ഓർണമെന്റ്സും വർമ്മ സാറിന്റെ ഫോട്ടോയും ഋതിക മാഡത്തിന് തിരിച്ചു കൊടുക്കണ്ടേ? അതിനെന്താ ഒരു വഴിയെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. എന്താ സാർ? ഒന്നുമില്ലടാ, നീ ഇരിക്കേ. മോളിരിക്കേ. ചേച്ചി, ഞാൻ വിളമ്പാം. മോനെ
എന്തുപറ്റി? ഏയ് ഒന്നുമില്ല രാധമ്മേ. അച്ഛാ, ഞാനിന്ന് ഹരീഷിനെ കണ്ടു. ഹരീഷ് നല്ല ജോലി തിരക്കിലായിരുന്നു. ഹരീഷിന്റെ മാനേജർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവനോട് കാര്യമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ജോലി ചെയ്യുന്നതിന്റെ ഇടയില് ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഓക്കെ അല്ലേ? നശിപ്പിച്ചു. വേണുട്ടാ, നമുക്കൊന്ന് ശ്രീയെ പോയി കണ്ടാലോ? ഏയ് വേണ്ടമ്മേ, അതൊന്നും വേണ്ട. അതെന്താ? അവര് എല്ലാരും വെറുപ്പിച്ച് കല്യാണം കഴിച്ചതല്ലേ. എല്ലാത്തിനും സപ്പോർട്ടിന് ആളുണ്ടെന്ന് അറിഞ്ഞാലേ അവർക്ക് ജീവിക്കാൻ ഒരു വാശി ഉണ്ടാവില്ല. അല്ലേ ചേച്ചി? അതെ, രാജു പറഞ്ഞത് ശരിയാ. ആ ആ എല്ലാവരുടെ ഉള്ളില് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ എല്ലാവരും സഹിക്കുന്നത് ഒപ്പമുള്ളവർ വിഷമിക്കാതിരിക്കാനാ. ഇങ്ങനെ സ്നേഹമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ പോവാനാ രാജു? എന്താ സുകുമാര സാറി പറയുന്നേ? CM-ന് ടെൻഷനാണെന്നോ? അത് ഞാൻ വിശ്വസിക്കില്ല. ആകാശം ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പോവാണെന്ന് പറഞ്ഞാലും നമുക്കെങ്കിലേ ആകാശം പിടിച്ചു നിർത്താം. അതിനിപ്പോ ഞാൻ ആദ്യം ഇറങ്ങാൻ ഒരു കൈ നോക്കാമെന്ന് ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് സിമ്പിളായിട്ട് പറയും. പേടിയാണെന്നൊക്കെ വെറുതെ പറയുന്നതല്ലേ, നമ്പറാ. സുകുമാരൻ സാർ എന്ത് മറുപടി പറയുന്നു അറിയാൻ പറഞ്ഞതായിരിക്കും. അവിടെ ഇലക്ഷൻ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ശരി ശരി. പ്രതാപ, നിന്റെ പിറന്നാൾ പ്രമാണിച്ച് നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും സമ്മാനമായി ക്യാഷും പർച്ചേസിംഗ് വൗച്ചറുകളും ഞാൻ ദീപകിനെ കൊണ്ട് കൊടുപ്പിച്ചിരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി. പിന്നെ ഐഡിയ ദീപകിന്റെ ആയിരുന്നു കേട്ടോ. നന്നായി ചേച്ചി. പ്രതാപ, ഋതുമോൾക്കും രാജുവിനും സ്ഥിരമായിട്ട് ഇവിടെ നിന്നാ പോരെ? ഇത് ശരിയാണോ? രാജു രാവിലെ വരുമ്പോ ഋതികയെ കൂട്ടി ഇങ്ങോട്ട് വരും. വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോ തിരിച്ചു കൊണ്ടുപോകും. രാജുവിന് താല്പര്യമാണെങ്കിൽ അവരിവിടെ സ്ഥിരമായിട്ട് നിൽക്കട്ടെ. നിനക്ക് ഈ കാര്യം അവരോട് സംസാരിക്കാൻ മടിയാണെങ്കിലേ ഞാൻ സംസാരിക്കാം. ഏയ്, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമല്ലേ. നമ്മളതിൽ ഇടപെടുന്നതും അഭിപ്രായം പറയുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുഡ് മോർണിംഗ് വർമ്മ സാറേ. ഗുഡ് മോർണിംഗ് രാജു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ആ, ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയത്. ഋതുമോൾ ആകെ ക്ഷീണിച്ചു പോയി അല്ലേ പ്രതാപ? രാജുവിന്റെ വീട്ടിലെ ഫുഡൊന്നും ഋതുമോൾക്ക് പിടിക്കുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഋതുമോൾ ഒരു കാര്യം ചെയ്. എന്തായാലും ഋതുമോൾ എന്നും രാവിലെ ഇവിടേക്ക് വരുന്നതല്ലേ. ആഹാരമൊക്കെ ഇവിടുന്ന് കഴിച്ചാ മതി. അതാ അമ്മായിക്ക് സന്തോഷം. എന്റെ കുട്ടി ആകെ വാടിപ്പോയി അല്ലേ യാമിനി? എനിക്കങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. ഞാനുണ്ടാക്കുന്ന ഫുഡിനേക്കാളും രാധമ്മ ഉണ്ടാക്കുന്ന ഫുഡാ മോൾക്ക് ഇഷ്ടം. പിന്നെ രാജുവിന്റെ വീട്ടില് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അംബിക ചേച്ചിക്ക് ഋതുമോളോട് സ്നേഹ കൂടുതലായതുകൊണ്ട് തോന്നുന്നതാ അല്ലേ ഋതുമോളെ?
അത് ശരിയാ ചെറിയമ്മ. എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. എണീറ്റപ്പോ ലേറ്റ് ആയിപ്പോ ചേച്ചി. ചായ കുടിച്ചേട്ടാ? നിങ്ങളോ? ഞങ്ങള് കോഫി കുടിച്ചിട്ടാ ഇറങ്ങിയത്. രാധമ്മ ഉണ്ടാക്കുന്ന കോഫി അതൊരു പ്രത്യേക രുചിയും, കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയാ. യാമിനി, ചായ ആക്കണ്ട, നീ ഒരു കോഫി എടുത്തേ. ചേച്ചി, സരസ്വതി ചേച്ചിയല്ലേ ഇത്? ആ അതെ. ആ സരസ്വതി ചേച്ചിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ആ ചോദ്യം ഞാൻ ശരിക്കും അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് പ്രതാപ. ഇലക്ഷനായിട്ട് ഒരു വോട്ട് ചോദിക്കാൻ പോലും തന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങോട്ടേക്ക് ഇറങ്ങാറാവുന്നേ ഉള്ളൂ ചേച്ചി. ചേച്ചി ഇരിക്കുക. ഇരിക്കെ. അംബികെ, സുഖമല്ലേ നിനക്ക്? ആ സുഖാണ്. കുട്ടികളൊക്കെ അങ്ങ് വളർന്നുപോയി. അംബികയുടെ മകൻ ചെറുപ്പത്തിൽ എന്തു കുസൃതിയായിരുന്നു. നിന്റെ കുരുത്തക്കേടൊക്കെ മാറിയോടെ ചെറുക്ക. അങ്ങനെ മുഴുവനായി മാറിയെന്ന് പറയാറായിട്ടില്ല. മാറാൻ തരവില്ലെന്നറിയാം. നിന്റെ മകൾ എവിടെ അപ്പു? അവള് സ്കൂളിൽ പോയി. ഇന്ന് എക്സാമാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ യാമിനി? അതെ ചേച്ചി. ഋതുമോളെ ഞാൻ കണ്ടിരുന്നു ക്ഷേത്രത്തിൽ വെച്ച്. പ്രതാപ, എന്ത് സുന്ദരിയാ ഇവള്. എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു മുൻപരിചയം തോന്നി. പിന്നീട് സംസാരിച്ചപ്പോ അല്ലേ ആളെ മനസ്സിലായത്. യാമിനി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ഉപവാസമുണ്ട്. ഇത് തന്റെ പിയ ചെറുക്കനല്ലേ? ആ അതെ. കോവിലകത്ത് എല്ലാവർക്കും സുഖമല്ലേ? ഏട്ടനും ഉണ്ണിയൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാരും സുഖായിരിക്കുന്നു. ഏട്ടന്റെ കാര്യം അറിയാലോ. ഇപ്പൊ കാർഷിക വികസന ബാങ്കിന്റെ ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല. പിന്നെ ഉണ്ണിയുടെ കാര്യം എരുമയ്ക്കും ചേർന്ന് ഒരു തറവാട്ടിന്ന് തന്നെ ഉണ്ണിക്കൊരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നായിരുന്നു എനിക്കും ഏട്ടനും. പക്ഷേ കണ്ട പെൺകുട്ടികളെയൊന്നും അവന് പിടിച്ചില്ല. തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ആഗ്രഹം തന്നോട് ചോദിച്ചോട്ടെ? ചോദിക്കേച്ചി, എന്താ കാര്യം? എന്റെ മകന്റെ സങ്കല്പത്തിലുള്ള ആ പെൺകുട്ടിയെ ഞാൻ കണ്ടടോ. കുറച്ചു നേരമേ സംസാരിച്ചുള്ളൂ എങ്കിലും എനിക്ക് കുട്ടിയെ നന്നായി ബോധിച്ചു. ഉണ്ണിക്ക് സമ്മതമാ. തന്റെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം ആഘോഷമായിട്ട് നടത്താം. ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നേ? ഉണ്ണിയുടെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ ചേച്ചി കണ്ടെത്തിയത് സന്തോഷമുള്ള കാര്യമല്ലേ? അതിന് എന്റെ സമ്മതം ചേച്ചി എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ച് നല്ലൊരു ദിവസം നോക്കി വിവാഹ നിശ്ചയം നടത്തണം. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. എന്താ, അതുപോലെ? എടോ, അതെ, ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി തന്റെ മകളാ രതിക. എല്ലാം കലങ്ങി തെളിയാൻ ദൈവമായിട്ട് കൊണ്ടുവന്നതാ ഇവരെ. ഈ പിടിവള്ളിയിൽ പിടിച്ചു കയറണം. എന്റെയും ഋതിക മാഡത്തിന്റെയും വിവാഹം നടന്നിട്ടില്ലെന്ന് വർമ്മ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കി
ഈ വിവാഹം നടത്തിയ ദീപക്കിൽ നിന്നും ഋതിക മാഡം രക്ഷപ്പെടുകയും ചെയ്യും. എന്താ നിങ്ങൾക്കാർക്കും ഞാൻ പറഞ്ഞത് കേട്ടിട്ടൊരു സന്തോഷമില്ലാത്തെ? ഞാൻ ചോദിച്ചത് അവിവേകമായിപ്പോയെന്നുണ്ടോ? വർമ്മ സാറേ, രാജു, ഞാൻ സംസാരിച്ചോളാം. എന്താ പ്രതാപ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല ചേച്ചി. നാളെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. ഓ, നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചി ഉണ്ണിയും കുട്ടി നാളെ ഇങ്ങോട്ട് വാ. നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് നാളെ സംസാരിക്കാം. എന്തു പറയുന്നു? ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? ഫംഗ്ഷനോ? ഇല്ല പ്രതാപ, എനിക്ക് സന്തോഷമായി. നീ താല്പര്യമില്ലെന്ന് ഒരിക്കലും പറയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നാളെ നല്ല ദിവസമല്ലേ? ഇവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് നീ പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ണിയായിട്ട് നാളെ വരാം. ചേച്ചി ഇറങ്ങുവാണോ? 1-2 നേർച്ചകളുണ്ട്. വൈകിട്ട് ക്ഷേത്രത്തിൽ പോണം. കാവിലൊരു പൂജ നടത്തണം. ശരി ചേച്ചി, ഫംഗ്ഷന്റെ സമയം ഞാൻ വിളിച്ചറിയിക്കാം. ശരി പ്രതാപ. മോളെ, ഞാൻ ഉണ്ണിയായിട്ട് നാളെ വരാൻ കേട്ടോ. വരട്ടെ. പ്രതാപ, താനൊന്ന് വന്നേ. ആ ചെക്കൻ നിന്റെ പി എ അല്ലേ? അതെ. നമ്മള് സംസാരിക്കുന്നതിനിടയില് ആ ചെക്കൻ എന്തോ പറയാൻ തുടങ്ങിയത് കണ്ടില്ലേ? നീ മനസ്സിൽ കളങ്കമില്ലാത്തവന്. അവനെയൊക്കെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. മനസ്സിലായോ? മനസ്സിലായി ചേച്ചി. എന്നാ ഞാൻ ഇറങ്ങുക. ശരി ചേച്ചി. ശരി. നീ എന്തിനാ പ്രതാപ സരസ്വതി ചേച്ചിയോട് സത്യങ്ങൾ മറച്ചു വെച്ചത്? ഋതികയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് നിനക്ക് അവരോട് പറയാമായിരുന്നില്ലേ? ഇവരുടെ വിവാഹം കഴിഞ്ഞുവെന്ന് സരസ്വതി ചേച്ചി അറിഞ്ഞിട്ടില്ലാത്ത പോലെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ചേച്ചി? കാണും. ആ, അങ്ങനെയാണെങ്കിൽ ഋതികയുടെയും രാജുവിന്റെയും വിവാഹം കഴിഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവരും അറിയിച്ചേക്കാം. എന്തിന്? അല്ല, എങ്ങനെയാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നാളെ ഈ വീട്ടിൽ വെച്ച് ഋതികയുടെയും രാജുവിന്റെയും വെഡിങ് റിസപ്ഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല വർമ്മ സാറേ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്താ? അല്ല, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോന്ന്. എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത്? അല്ല സർ. അല്ലല്ലോ. അപ്പോ നീ ഇനി ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? മനസ്സിലായോന്ന്? മനസ്സിലായി സാർ. അല്ല പ്രതാപ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല ചേച്ചി. ശേഖര ചേട്ടാ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല ചേട്ടാ. യാമിനി, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികള് നെറുകയിൽ സിന്ദൂരം തൊടുന്നത്, താലിമാല എപ്പോഴും ധരിക്കുന്നത് എന്തിനാണെന്ന് നീ അവൾക്ക് പറയുന്നത് മനസ്സിലാക്കി കൊടുക്കുക.